എൻ്റെ കയ്യിലുള്ളത് പീറ്റ് ആൻഡ് ജോയുടെ ഒരു അടിപൊളി ഓട്ടോ ഓപ്പൺ അംബ്രല്ലയാണ്. ഏത് ബ്രാൻഡിൻ്റെ കൂടെ ചൂടിയാലും മഴയും കൂടെയൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ വായിലേക്ക് വരുന്നത് 90കളിൽ ഇറങ്ങിയ, ഞാൻ കുട്ടിക്കാലത്ത് ആവർത്തിച്ച് കേട്ടിട്ടുള്ള മഴ മഴ കുട കുട മഴ വന്നാൽ പോപ്പിക്കുട എന്ന പരസ്യ ജിങ്കിളാണ്. പറഞ്ഞു വരുന്നത് പരസ്യങ്ങളിലെ ജിങ്കിൾസിൻ്റെ പവറിനെ കുറിച്ചാണ്. നമ്മുടെ തലച്ചോറിലെ ഓർമ്മ, വികാരം, ശീലങ്ങൾ തുടങ്ങിയവയെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു ബ്രാൻഡിംഗ് ആയുധമാണ് ജിങ്കിൾസ്. കുട്ടിക്കാലത്ത് ഞാൻ കേട്ട 25 വർഷം മുൻപത്തെ ഒരു ജിങ്കിൾ ഇന്ന് ഞാൻ ഓർത്തിരിക്കുന്നു. ആ കാലഘട്ടം ഓർക്കുന്നു. ആ പരസ്യത്തോടും ബ്രാൻഡിനോടും അറിയാതെ ഒരു വൈകാരിക ബന്ധം ഉണരുന്നു. മറക്കാനാകാത്ത ഒരു ജിങ്കിൾ ബെസ്റ്റ് മൗത്ത് മാർക്കറ്റിംഗ് ടൂളാണ്. പോപ്പിയുടെ ആ ജിങ്കിൾ പാടുമ്പോൾ ഞാൻ അറിയാതെ തന്നെ പോപ്പിയുടെ മൗത്ത് മാർക്കറ്റിംഗ് നടത്തുകയാണ്. 1988 മാർക്കറ്റിംഗ് സ്കോളേഴ്സ് ആയിരുന്ന ബേക്കറും ലൂഡ്സും സ്ലോഗനുകളും ജിങ്കിളുകളും ഏത് ജോലിയിലായിരുന്നാലും, ഡ്രൈവിങ്ങോ പാചകമോ എഴുത്തോ വായനയോ എന്തു ചെയ്യുമ്പോഴും ആവർത്തിച്ച് കേട്ടാൽ അത് മനസ്സിൽ പതിയുമെന്ന് വിശദീകരിച്ച് ലോകപ്രശസ്തമായ ഒരു തിയറി അവതരിപ്പിച്ചിരുന്നു. അതിനു മുൻപ് തന്നെ 1972 ക്രെയ്ഗ്, ലോക്ഹാർട്ട് എന്നീ മനഃശാസ്ത്രജ്ഞർ താളമുള്ള ലളിതവും സുന്ദരവുമായ വാക്കുകൾ ദീർഘകാല ഓർമ്മയിൽ പതിയുന്നത് എങ്ങനെയെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. മാഡൻ ആൻഡ് സിംഗൽ എഴുതിയ എക്സർസൈസ് ഓൺ ഹ്യൂമൻ മെമ്മറി എന്ന പുസ്തകം ബാല്യകാലത്ത് നിരന്തരം കേൾക്കുന്ന ജിങ്കിൾസ് കുട്ടികളെ ശക്തമായി സ്വാധീനിക്കുമെന്നും ഓർമ്മയുള്ളിടത്തോളം കാലം മറക്കാനാകില്ലെന്നും എഴുതിയിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന തലമുറയ്ക്ക് പോപ്പിയുടെ ആ എവർഗ്രീൻ പരസ്യ ജിങ്കിൾ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെയൊക്കെ മസ്തിഷ്കത്തിൻ്റെ ഓർമ്മപാതയിൽ നമ്മൾ അറിയാതെ തന്നെ ആവർത്തിച്ച് കേട്ട ആ പരസ്യ ജിങ്കിൾ പതിഞ്ഞു കഴിഞ്ഞു.